ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക്. മഴയുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ പൊതുസ്ഥിതി പരിശോധിക്കാൻ വേണ്ടിയാണ് ഇന്ന് പ്രധാനമായിട്ടും യോഗം ചേർന്നത്. കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനമനുസരിച്ചും അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ചും ഇന്നും നാളെയും നല്ല ശക്തമായിട്ടുള്ള മഴയുണ്ടാകും എന്ന് തന്നെയാണ് പൊതുവായി അനുമാനിക്കുന്നത്. പ്രത്യേകമായിട്ട് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളും അതിൻ്റെ കേന്ദ്രങ്ങളും നല്ലതുപോലെ മഴ പ്രതീക്ഷിക്കേണ്ട സ്ഥലങ്ങളാണ് എന്നാണ് പൊതുവായി ലഭ്യമായിട്ടുള്ള നിർദ്ദേശം. കാലാവസ്ഥാ വകുപ്പിൻ്റെയും STMAയുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകൂർ തയ്യാറെടുപ്പുകൾ നടത്തുകയും അതിൻ്റെ നിവാരണ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി റവന്യൂ വകുപ്പിനെ സജ്ജമാക്കുകയും ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നടപടിക്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. ജില്ലയിലെ ചുമതലയുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തന്നെ പലതവണകളിലായി ഇതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളും അതുപോലെ തന്നെ വിലയിരുത്തലുകളും നടത്തിയതാണ്. ഈ 2 ദിവസങ്ങളായി വീണ്ടും മന്ത്രിമാരെല്ലാവരും അതത് ചുമതലയുള്ള ജില്ലകളിൽ വീണ്ടും വിലയിരുത്തൽ നടത്തുകയുണ്ടായി എന്ന് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രവർത്തനത്തെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ദുരന്ത ലഘൂകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ കളക്ടർമാരെ പ്രത്യേകമായി ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ താലൂക്കുകളിലും ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റം തയ്യാറായിരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെല്ലാവിടെയും തയ്യാറായി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ വെച്ച് നേരത്തെ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങൾ, അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി ഓറഞ്ച് ബുക്കിൽ പറയപ്പെടുന്ന സ്ഥലങ്ങൾ, വർണ്ണബിൾ എന്ന് നേരത്തെ മുതൽ നിശ്ചയിച്ചിട്ടുള്ള പ്രദേശങ്ങൾ, അവിടെ ഒരു കാരണവശാലും റവന്യൂ ഉദ്യോഗസ്ഥന്മാരോട് അധിക ദൂരത്തേക്ക് യാത്ര ചെയ്യരുത്. ഓഫീസിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ 6 ദിവസം വരെയുള്ള ഈ വ്യാഴാഴ്ച വരെയുള്ള ഈ അലർട്ടിൻ്റെ ഭാഗമായി അവിടെ തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പലയിടത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അപകടാവസ്ഥയിലുള്ള മരങ്ങളെ സംബന്ധിച്ചാണ്. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ച് നീക്കുന്നതിന് വേണ്ടി ദുരന്ത നിവാരണ നിയമപ്രകാരം എല്ലാ നടപടികളും സ്വീകരിക്കാൻ നേരത്തെ തന്നെ RBOനോടും പ്രത്യേകിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള കളക്ടറോടും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ സെക്ഷൻ 238 ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമായ ഘട്ടങ്ങളിൽ പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് അധികാരം ഉപയോഗിച്ചുകൊണ്ട് മരങ്ങൾ മുറിച്ചു നിൽക്കാൻ ഉള്ള സൗകര്യം അനുവാദം നേരത്തെ തന്നെ ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനും പുറമെ സാധാരണ നിലയിൽ ഏതെങ്കിലും ഒരു സ്കൂളിലോ അല്ലെങ്കിൽ സർക്കാർ ഓഫീസിലോ വീഴാറായ നിലവാരത്തിലൊരു മരം നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റി അതിൻ്റെ അപകടാവസ്ഥയെ തരണം ചെയ്യാൻ ഇപ്പോഴത്തെ പോലെ ആരും കളക്ടറുടെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ പൂർണ്ണമായി മുറിക്കാൻ മാത്രമേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ഉത്തരവിറക്കേണ്ട കാര്യമുള്ളൂ. അല്ലാത്തതൊക്കെ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് തന്നെ ആ കാര്യത്തിൽ നിർദ്ദേശം നൽകാവുന്നതാണ്. സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിൽ അല്ലെങ്കിൽ റോഡിൻ്റെ ഓരങ്ങളിലൊക്കെ നിൽക്കുന്ന മരങ്ങൾ അവരവരുടെ റിസ്കിൽ തന്നെ മുറിച്ചു മാറ്റേണ്ടതാണ്. മറ്റ് നിയമങ്ങളിൽ പെടാത്ത മരങ്ങൾ, വനം വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ പട്ടയ ഭൂമിയിലോ പെടാത്ത മരങ്ങൾ, അവരവരുടെ കയ്യിലുള്ള മരങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ മുറിച്ചു കൂട്ടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. നമുക്ക് എല്ലായിടത്തും ആവശ്യത്തിലേറെ ആളുകളെ പാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ക്യാമ്പുകൾ, അതിൻ്റെ ലിസ്റ്റുകളെല്ലാം സജ്ജമായിട്ടുണ്ട്. ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ ആ ക്യാമ്പുകളുടെ ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ക്യാമ്പുകളിൽ വരാവുന്ന ആളുകളുടെ എണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ വലുതായി ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷേ അത്തരം ക്യാമ്പുകളൊന്നും തുറക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. നാമമാത്രമായിട്ടുള്ള 4-5 ക്യാമ്പുകൾ മാത്രമാണ് അങ്ങനെ തുറക്കേണ്ടി വന്നിട്ടുള്ളത്. എങ്കിലും മഴയുടെ സ്ഥിതി മാറുന്നതിനനുസരിച്ച് അത്തരമൊരു സ്ഥിതി ഉണ്ടായാൽ ഏത് നേരത്തും തുറക്കാൻ കഴിയുന്ന വിധത്തിൽ ക്യാമ്പുകളെ സജ്ജമാക്കണമെന്ന് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ആ പ്രവർത്തനം എല്ലായിടത്തും, എല്ലാ വില്ലേജിലും 1666 വില്ലേജുകളിലും ആ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നിപ്പോൾ ഉറപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ തുടരുന്ന ക്യാമ്പുകളിൽ തന്നെ സാംക്രമിക രോഗങ്ങൾ വ്യാപകമായി വരുന്ന സാഹചര്യത്തിൽ അവർക്ക് മാത്രം താമസിക്കാൻ പ്രത്യേകമായിട്ടുള്ള ഇടങ്ങൾ ഉണ്ടാകണം. കിടപ്പ് രോഗികൾ, ഭിന്നശേഷിക്കാർ, അതിഥി തൊഴിലാളികൾ എന്നിവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കുമൊക്കെ കൂടുതൽ കരുതലും ശ്രദ്ധയും നൽകിക്കൊണ്ട് ഇത്തരം ഒരു അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മഴക്കാലത്തെ പൊതുവെ ദുരന്ത പ്രതികരണ ആവശ്യങ്ങൾക്ക് അനുവദിക്കാൻ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ള വില്ലേജ് ഓഫീസർക്ക് 25,000 രൂപ വരെ ചെലവഴിക്കാനുള്ള അധികാരം കൊടുത്തുകൊണ്ട് ആ നടപടികൾ ഇതിനകം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. താലൂക്കിലും ജില്ലയിലും എല്ലായിടത്തും എമർജൻസി സെൻ്ററുകൾ ഇതിനകം ആരംഭിച്ചു.
ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലുമുണ്ട്. 77 താലൂക്ക് കേന്ദ്രങ്ങളിലുണ്ട്. ആ താലൂക്ക് കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ കേവലം ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും പ്രതിനിധികൾ അവിടെ ഉണ്ടാകണം എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതുണ്ട് എന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. താലൂക്കിലെയും ജില്ലയിലെയും ടോൾ നമ്പറുകൾ എല്ലാ ആളുകൾക്കും കൊടുക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ക്യാമ്പുകൾ ആരംഭിക്കേണ്ട സ്ഥലങ്ങളിൽ ശൗചാലയങ്ങൾ ഉൾപ്പെടെ പിന്നെ നിർമ്മിക്കുകയോ അതൊരുക്കി കൊടുക്കുകയോ ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അവധിയിലായിട്ടുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാർ 36 മണിക്കൂറിനുള്ളിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ തിരിച്ചെത്തി 36 മണിക്കൂറിനുള്ളിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെ ചുമതല ഏറ്റെടുക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഉണ്ട് എന്നറിയിച്ചിട്ടുണ്ട്. അവധി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവധി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ നേരത്തെ അറിയാൻ കഴിയുന്ന വിധത്തിൽ അത് പ്രഖ്യാപിക്കണം എന്ന് ബന്ധപ്പെട്ട കളക്ടർമാരോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 3 ജില്ലകളിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചതായി അറിഞ്ഞിട്ടുണ്ട്. 1-2 ജില്ലകൾ ചിലപ്പോൾ ആവശ്യം വന്നാൽ അങ്ങനെ പ്രഖ്യാപിക്കേണ്ടി വരും എന്ന ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ 3 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് കൃത്യമായി ജനങ്ങളെ അറിയിക്കണം. അതത് സ്ഥലങ്ങളിൽ സമയങ്ങളിൽ ഇതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകണം. ആളുകൾ അനാവശ്യമായി ലഭ്യമാകുന്ന വാർത്തകളും ആശങ്ക ഉളവാക്കുന്ന സംഭവങ്ങളും തെറ്റായ വിധത്തിൽ വിവരം കൊടുക്കരുത്. ഉദാഹരണത്തിന് ചിലയിടങ്ങളിൽ കഴിഞ്ഞ തവണയും കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ തവണയും 2018 ചില സീനുകൾ പോലും ആ പ്രദേശത്തിൻ്റേതാണ് എന്ന് കാണിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കേവലം ഷെയറും ലൈക്കും ഒക്കെ ഉറപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട് എന്ന ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അത് ഗൗരവമായി എടുക്കും. അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടാകും. ആളുകൾ കളക്ടർമാർ ഔദ്യോഗികമായി നൽകുന്ന വിവരങ്ങൾ, STMA സർക്കാർ ഏജൻസികൾ നൽകുന്ന വിവരങ്ങൾ മാത്രം മുഖവിലക്കെടുക്കണം. മാധ്യമങ്ങൾ അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ IMD ആണെങ്കിലും GFS ആണെങ്കിലും IBM ആണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടാവുന്ന വിവരങ്ങൾ ഇപ്പോൾ നമ്മൾ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ അതുമാത്രമല്ല, നമുക്ക് ഒരു ലോക്കൽ റെയിൻഫാളിനെ സംബന്ധിച്ച് ലഭ്യമാകുന്ന മുഴുവൻ ഡാറ്റകളും അതത് സ്ഥലങ്ങളിൽ പരിശോധിച്ച് ചിലപ്പോൾ പൊതുവായിട്ടുണ്ടാകുന്നതല്ലെങ്കിലും ഒരു പ്രദേശത്ത് പ്രത്യേകമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള അപകടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടി പറയേണ്ടതുണ്ട്. സ്കൂളുകൾക്ക് അവധി കൊടുക്കുമ്പോൾ മാത്രമല്ല, പൊതുവെ മഴക്കാല വിനോദങ്ങളെ വല്ലാതെ ആളുകൾ ആസ്വദിക്കുകയും ഉപകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ തർക്കമില്ല. അതൊക്കെ ഉപയോഗിക്കാനും പ്രയാസമില്ല. പക്ഷേ